വീട്ടുതടങ്കലിരിക്കാൻ ഞാൻ എന്താ രാജ്യദ്രോഹിയ? ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇതെന്താ സ്വപ്ന? ഇത്രയും നാൾ ഒളിച്ചും മോഷ്ടിച്ചും കുടിച്ചതല്ലേ, ഇന്ന് അന്തസ്സോടെ ഒരെണ്ണം വീശാട്ടെ. വല്യമ്മ, പെഗ്ഗിന്റെ അളവ് കറക്റ്റ് ആണോ ഒന്ന് നോക്കി. കാക്ക ചെലപ്പോ മലർന്ന് പറഞ്ഞേക്കാം, കാലം മാറുകല്ലേ, ചെലപ്പോ സൂര്യൻ പടിഞ്ഞാറ് മുറിച്ചേക്കാം. പക്ഷെ ഇത് മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. കഴിച്ചാട്ടെ. സത്യമായിട്ടും എനിക്ക് വിശ്വാസം ആവണില്ല. രാജലക്ഷ്മി, നീ എന്നൊന്നും ഉള്ളിയേ. പൂർണ്ണ മനസ്സോടെ തന്നെയാ തരുന്നത്, കുടിച്ചോളൂ. ഉള്ളത് പറയാലോ, ഇപ്പഴാ നീ എന്റെ മരുമോളായത്. കുടുംബത്തിൽ ഒരു നേവിക്കാരനായ മരുമോൻ വന്ന് കേറുമ്പോ വല്ലപ്പോഴും കമ്പനി കൊടുക്കാൻ ഇങ്ങനെ ഒരു കാരണവര് വേണമല്ലോ. എന്താ നീ പറഞ്ഞത്? അതൊന്നുകൂടെ കേക്കട്ടെ. എന്റെ മനസ്സില് വെറുതെ ഒരു മോഹം. നമ്മുടെ പൂജമോൾക്ക് സഞ്ജയ് ഒന്ന് ആലോചിച്ചാലോ? നേര് പറയാലോ രാജലക്ഷ്മി, എന്റെ മനസ്സിലും തോന്നിയ ഒരു ആഗ്രഹ. പക്ഷെ നിന്നോട് പറഞ്ഞ ഒരു അബദ്ധാവോന്ന് പേടിച്ച് മിണ്ടിയില്ല. കുട്ടികൾ ഇപ്പൊ അറിയണ്ട. വല്യമ്മ നാട്ടിൽ ചെന്ന് അവന്റെ വീട്ടുകാരുമായി ആലോചിച്ച് ജാതകപ്പുറത്ത് നോക്കിയിട്ട് മതി എല്ലാം. എപ്പ പുറപ്പെട്ടു എന്ന് ചോദിച്ചാ മതി. അല്ല, അവന്റെ സമ്മതം കൂടി അറിയണ്ടേ? എനിക്ക് വിശ്വാസമുണ്ട് അവൻ സമ്മതിക്കുമെന്ന്. ഓ, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. രാജലക്ഷ്മി, നീ ഒരു ലാർജും കൂടി ഒഴിച്ചേ. ഇനി ഒന്നിനും ഒരു വിഘ്നമില്ലാതെ ഇതൊരു പതിവായിക്കോട്ടെ. അത്രയ്ക്കങ്ങോട്ട് വേണം. വേണ്ടേ? വേണം അല്ലേ? ആവശ്യമുള്ളൂ. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ വാവാച്ചിയുടെ. അയ്യോ, അപ്പൊ ഇന്നാണല്ലേ February 29? അതെ, 4 ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന ആ മഹാസുദിനം ഇന്നാണ്. നീ ഓർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. നാട്ടിൽ നിന്ന് വെളുപ്പിനെ തന്നെ മുത്തച്ഛൻ വിളിച്ച് ഓർമ്മിപ്പിച്ചു. അമ്മ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലുടൻ പാർട്ടി ക്ലബില്. അയ്യോ, എന്റേതല്ല, ബൈക്കിൽ വന്ന ഒരാള് തന്നതാ. ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടിരുന്നോണ്ട് മുഖം മനസ്സിലായില്ല. അയ്യോ, സൂക്ഷിക്കണേ, ബോംബോ മറ്റോ ആണെങ്കിലോ. ഹായ്, ലിപ്സ്റ്റിക് കൊള്ളാം. സിഗരറ്റോ? കൊള്ളാലോ. ഫേഷ്യലിന്റെ ബോക്സിൽ ഷേവിംഗ് ക്രീമും ബ്രഷും. സോപ്പ് പറ്റിയോ? നോക്കട്ടെ നോക്കട്ടെ. ഹായ്, മീശ. ഇത് വീട് മാറിപ്പോയതാ. നല്ല കള്ളരിപ്പ മീശ, കുഞ്ഞിന് ചേരിപ്പ. ഇത് മനഃപൂർവ്വം തന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ പോലും അറിയാത്ത എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നെങ്കിൽ ഇത് അവൻ തന്നെയാ, ആ തെണ്ടി. Okay, Sanjay. See you tomorrow. Bye-bye. Bye. Hi, Sanjay. Sir. Relax. എടാ കഴുതേ, നിന്നെ തന്നെയാണ് തെണ്ടി. Nice, huh? ഇങ്ങോട്ട് പാട് ഡാഷേ. Oh, लड़की कौन? She's my best friend. Oh. എടാ കഴുതേ, തെണ്ടി, മര്യാദക്ക് ഇങ്ങോട്ട് വരണതാ നല്ലത്. टेंडी कल्दे. इसका मतलब क्या है? That means you are looking good, indulgent, and so on. Huh? Oh, thank you. എടാ പട്ടി. What pati? She says you are looking handsome. അതല്ലടാ മരപ്പട്ടി. Marapati? You look more handsome in the white dress. कौन मैं? Yeah, ഇത് എന്റെ വക ആപ്പ്. Come. പട്ടിക മാമനുണ്ട്. Thank you. I'm Tendi Patti Kalde Marapati. Thanks for your compliment. Shall we? Oh yes, carry on. Thank you. വാടി പൂത്തങ്കീരി. ഇങ്ങോട്ട് വാടി. ഒരുമാതിരി ചന്ത കൾച്ചറായിട്ട് വന്നാണ്ടല്ലോ. ആ സർദാർജിക്ക് മലയാളം അറിയാത്ത എന്റെ ഭാഗ്യം. നിന്നെ നാട്ടിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കിട്ടി നിന്റെ ഗിഫ്റ്റ്. ഇടി, നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാ സമ്മാനിച്ചത്. ജന്മം കൊണ്ടെങ്കിലും ഒരു പെണ്ണല്ലേ നീ? അല്പം അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നടന്നാലെന്താ? എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട. ആരെന്നെ നട ആനച്ചന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു മാതിരി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എടി, നീ ചൂടാൻ വേണ്ടി പറഞ്ഞതല്ല. കുസൃതിയും കുശുമും കൂടപ്പുറപ്പാണെങ്കിലും
എന്റെ ആ പഴയ കളിക്കൂട്ടുകാരിയെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും പെണ്ണായിട്ട് കാണണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ളതുകൊണ്ട്. അയ്യടാ ഒലിപ്പിക്കല്ലേ. സത്യടി, നീലക്കുറിഞ്ഞി പൂവിനെ പോലെ ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട നിന്റെ പിറന്നാൾ ദിനത്തില് മനസ്സറിഞ്ഞ് ഞാനൊരു സമ്മാനം പ്രത്യേകം തരുന്നുണ്ട്. തരട്ടെ? ഡോർ ഓർക്കട്ടെ. എന്താ എ ഗിഫ്റ്റ് ഫോർ യു. വീണ്ടും എന്നെ പറ്റിക്കാനാ? നീ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് തുറന്നു നോക്ക്. മോശമായിട്ട് എന്തെങ്കിലും ഇതിൽ കണ്ട പിന്നെ ലൈഫിൽ നീ എന്നോട് മിണ്ടണ്ട. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ഒരു ഗിഫ്റ്റ്. നമ്മുടെ പങ്കം മങ്കിയായി അല്ല പങ്കം പിങ്കിയായി. നോക്കിയേ, എങ്ങനെയുണ്ട് എന്റെ ഫാഷൻ ഷോ? ഇതൊരു റിഹേഴ്സലാ. ശരിക്കുള്ള ഷോ വരണേ ഉള്ളൂ. ബൈ. ഒരു ശസ്ത്രക്രിയ പോലും ഇല്ല നമ്മുടെ പങ്കം പിങ്കിയായി. എന്താണ് എന്റെ ബയോളജിക്കൽ സീക്രട്ട്? എന്നാ പറ. ഞാൻ പറഞ്ഞുതരാടാ തെണ്ടി. ഈ മുതൽ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഒരു സീക്രട്ടും അറിയണ്ടേ. അച്ഛാ വേണ്ട. കൊണ്ട് തിരിച്ചറിയരുത്. ഇന്നലെ എവിടെ വെച്ചത് ഞാനത്? നീ എപ്പോ വന്നു? ഒരു ഫയൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. നീ ഇയാൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ഞാൻ നോക്കിയല്ലോ. ഇന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉള്ളതാ. ഒരു ഓഫീസർ ജാട കണ്ടാ തോന്നും ഇന്ത്യൻ നേവി മുഴുവൻ ഇയാളുടെ കൺട്രോളിലാണെന്ന്. കൊടുത്തിറങ്ങി വന്ന എന്നെ വേണം പറയാൻ. നാണത്തെക്കാള് നിന്റെ മുഖത്തിന് ചേരുന്നത് ആ കുറുമ്പുണ്ടല്ലോ, അത് തന്നെയാ. ഒരു ഗിഫ്റ്റും കൂടി തരട്ടെ? കൊഞ്ചല്ലേ? ജോത്സ്യന്റെ കുറിപ്പ് നേരിട്ട് കണ്ടാലേ നിനക്ക് മനസമാധാനാവുള്ളൂ എന്ന് എനിക്കറിയാം. 10 8 പൊരുത്ത. എത്ര കാത്തിരുന്ന അവൾക്ക് ഇങ്ങനെ ഒരു യോഗം ഒത്തുകിട്ടിയത്. നമ്മളെക്കാളും സന്തോഷത്തിലാണ് അവന്റെ വീട്ടുകാര്. നമ്മുടെ തറവാട്ടില് പന്തലിട്ട് കേമുമായിട്ട് തന്നെ നടത്തണം. എന്റെ ഒരു ആഗ്രഹ. തീയതി പെട്ടെന്ന് നിശ്ചയിച്ച പോയി വിളിക്കാനും എഴുത്തയക്കാനും ഒക്കെ ഒരു സൗകര്യമായിരുന്നു. പിന്നെ അറിയിച്ചില്ല, നേരാമണ്ണം വിളിച്ചില്ല എന്ന പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പോഴാ ഞാൻ നിന്നിലൊരു അമ്മയെ കാണുന്നത്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അത്രയ്ക്കേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരന്മാര് കാത്തോളൂ.
അങ്ങനെ വിളിക്കരുത് എന്നെ. ഒരിക്കൽ നിന്റെ അമ്മയായിട്ട് എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ നീയായിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. യാചിക്കുകയാണ്. എന്റെ മോളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഗതി എന്റെ മോൾക്ക് വരുത്തരുത്. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ആരാ? എനിക്കറിയണം. ആരാ ഞാൻ? പറയാ. അമ്മയുടെ മോളല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മോളെ ഈ കുടുംബത്തിൽ ഞാൻ ആരാ? അവള് പറഞ്ഞു സത്യ, നീ അവളുടെ മോളല്ല. എന്നെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം മനഃപൂർവ്വം നിന്നിൽ നിന്ന് മൂടി വെക്കുകയായിരുന്നു. നിന്റെ അച്ഛനു വേണ്ടി, എന്റെ മോന് വേണ്ടി, അവളുടെ ഭർത്താവിന് വേണ്ടി. അന്ന് നിന്റെ അച്ഛൻ പൂനെയിലായിരുന്നു, രാജലക്ഷ്മി ഡൽഹി.